സേ എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിനൊരു ഫുൾ ഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അതിന്റെ ഫുൾ ഫോം ആരെങ്കിലും ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. അറിയാത്തവർ ഇതാ പിടിച്ചോ. അതിന്റെ പേര് സേവ് എ ഇയർ എന്നാണ്. ഒരു വർഷം ലാഭിക്കുക എന്നാണ് ഒഫീഷ്യലി തന്നെ ആ എക്സാമിന്റെ പേര്. അപ്പൊ +2 ഇപ്പൊ റിസൾട്ട് വന്നിട്ട് ഒരു സബ്ജക്റ്റോ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് തോറ്റ കുട്ടികളുണ്ടാവും. ഇനി ഒരു സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറഞ്ഞ് ഇംപ്രൂവ് ചെയ്യണം വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. സോ ബേസിക്കലി നിങ്ങൾക്ക് സേവ് എ ഇയർ ആണ്. ഒരു വർഷമാണ് മക്കളെ നിങ്ങൾ ലാഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളെ കൂടെ പഠിച്ച ഒരുപാട് പേര് എന്തായി പോയി, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആയി പോയി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വരുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പല കോളേജുകൾ പല കോഴ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒഫീഷ്യലി എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ബേസിക്കലി പാസ് ആവാത്തതുകൊണ്ട് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വിഷമം ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ആ വിഷമം വേണ്ട. നിങ്ങൾ അത് മായ്ച്ചു കളഞ്ഞേക്ക്, നിങ്ങൾ അത് തുടച്ചു കളഞ്ഞേക്ക്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് കോളേജിൽ പോകുമ്പോൾ നിങ്ങളും കോളേജിൽ പോകും. ഉറപ്പാണ്. നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ഒരു മാസം നിങ്ങൾ സീരിയസ് ആവണം. ഒരു മാസം നിങ്ങൾ 2 വർഷത്തെ +1 +2 ജീവിതം കഴിഞ്ഞു, അതിന്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. അതിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണ്. ഇനിയും നിങ്ങൾ സീരിയസ് ആയിട്ടില്ലെങ്കിൽ ഈ പരിപാടി തന്നെ നിങ്ങൾ നിർത്തേണ്ടി വരും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ സീരിയസ് ആവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ 1 മന്ത് മതി നിങ്ങൾക്ക് ഒരു വർഷം ലാഭിക്കാൻ. അതായത് ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാം ജൂൺ 29th എന്നാണ്. ജൂൺ 29th തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 29th തൊട്ടിട്ട് ജൂലൈ 3 വരെ ആ എക്സാം നടക്കും. അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ സേവ് ചെയ്തേണ്ടത്, ഏത് സബ്ജക്റ്റ് ആണോ ഇമ്പ്രൂവ് ചെയ്തേണ്ടത്, അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് 21 ദിവസം കൊണ്ടാണ് റിസൾട്ട് വന്നത്. അതായതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ജൂലൈ മാസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് എൻഡോടുകൂടി നിങ്ങളുടെ റിസൾട്ട് വരും. ജൂലൈ മാസം റിസൾട്ട് എൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കോളേജിൽ അപ്ലൈ മേ ബി ജൂണിലോ ജൂലൈയിലോ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചില അഡ്മിഷൻസിന്റെ അലോട്ട്മെന്റും വന്നിട്ടുണ്ടാവും. പക്ഷെ സപ്ലിമെന്ററി അലോട്ട്മെന്റും സ്പോട്ട് അഡ്മിഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോളേജുകളിലെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് നിങ്ങൾക്ക് ഭാഗമാകാൻ പറ്റും. ഇനി മറ്റ് ചില എൻട്രൻസ് എക്സാംസും ചില സ്പെഷ്യൽ കോഴ്സസിലേക്കൊക്കെയുള്ള അഡ്മിഷന് +2 മാർക്ക് പരിഗണിക്കും. അപ്പൊ ആദ്യത്തെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നവർക്കാണ് ആദ്യത്തെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇമ്പ്രൂവ് ചെയ്ത മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. സോ എന്തുകൊണ്ടും വെർത്താണ് +2 സേ എക്സാമും +2 ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഒരു മാസം നിങ്ങൾ കട്ട സീരിയസ് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ സീരിയസ് ആവാത്ത ആ ലെവൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ലോക്ക് ഇൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഇനി അത് എങ്ങനെ പഠിക്കണം എന്നാണ് അടുത്ത സംശയം. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 1 ഇയർ ലോസ് 1 ഇയർ സേവ് ആവണമെങ്കിൽ നിങ്ങളുടെ ഇത്രയും 2 വർഷത്തെ 10ാം ക്ലാസ് ഒക്കെ വിട്, 2 വർഷത്തെ നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ നിങ്ങൾ അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം ഇല്ലാതെ സെൽഫ് സ്റ്റഡി, എപ്പോഴെങ്കിലും സ്കൂളിലെ ക്ലാസ്സസ് കാണുന്നു, അല്ലെങ്കിൽ ട്യൂഷൻ്റെ ക്ലാസ് കാണുന്നു, എഡ്യൂപോർട്ട് പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ ക്ലാസ്സസ് കാണുന്നു, റാൻഡം ആയിട്ട്, അത് എപ്പോഴും സ്ഥിരമായിട്ടല്ല. ഇനി ഏതൊക്കെയോ PDF ഡൗൺലോഡ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു, തോന്നിയ പോലെ പഠിക്കുക. ഒരു പ്ലാനും ഒരു സ്ട്രക്ചറും ഇല്ല. ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് എത്തപ്പെടാത്ത അല്ലെങ്കിൽ മേ ബി ഫെയിൽ ആയിട്ടുള്ളത്. സത്യമല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ഹോണസ്റ്റ് ആയിട്ട് പറയണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്രയും കാലം വർക്കായില്ലെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ഒരു മാസം ആ ഒരു പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. സെൽഫ് സ്റ്റഡി ആ കൂട്ടർ ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 90-95 പേർക്കും ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യില്ല. ഒറ്റയ്ക്ക് സെൽഫായിട്ട് പഠിക്കാനുള്ളൊരു സ്കില്ലില്ലാത്തതല്ല, ഒരു ഓവറോൾ അന്തരീക്ഷം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് മക്കളെ നിങ്ങൾ പ്രോപ്പറായി സ്ട്രക്ചേർഡ് ആയിട്ട് ഗൈഡൻസിൽ പഠിച്ചോ. ഒരു മടിയും വേണ്ട, ഒരു അക്കാര്യത്തിൽ ഒരു നെഗറ്റിവിറ്റി വേണ്ട. പല കുട്ടികളും ചോദിക്കും ഒരു ബാച്ച് ജോയിൻ ചെയ്ത് പഠിച്ചാൽ എന്താ അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം, ഞാൻ ആ ക്ലാസ് കണ്ടോളാം, ഞാൻ ഈ ക്ലാസ് കണ്ടോളാം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിയെങ്കിൽ നിങ്ങൾ ഇനി അതുമുതൽ ദയവ് ചെയ്ത് തുടർന്ന് ചെയ്യരുത്. എഡ്യൂപോർട്ട് കഴിഞ്ഞ വർഷം സേ ബാച്ച് നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് 12,000 കുട്ടികളാണ് എഡ്യൂപോർട്ടിന്റെ ബാച്ചിൽ സേക്കും ഇംപ്രൂവ്മെന്റും ജോയിൻ ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് അഭിമാനത്തോട് പറയാം, അതിൽ വളരെ ചുരുക്കം 100 പേരിന് അടുത്തെങ്ങാനാണ് മാത്രമാണ് അവർക്ക് ആ വർഷം ഒരു വർഷം ലാഭിക്കാൻ പറ്റാതെ പോയത്. അതായത് 11,900 അടുത്ത് എങ്ങാനും സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അതായത് അവർക്ക് ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ട് അവരുണ്ട്. അതായത് അവർ ഒരു വർഷം ലാഭിച്ചു. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ബാച്ചാണ് എഡ്യൂപോർട്ടിന്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ബാച്ച്. ആ ബാച്ചിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് സേ ടു സക്സസ് എന്നാണ്. അപ്പോൾ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിന്റെ
ഏറ്റവും മെയിൻ കാര്യം അതിൻ്റെ ഫീസ് തന്നെയാണ്. വെറും 999 മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് അടക്കേണ്ടി വരിക കേട്ടോ. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിൻ്റെ പൈസ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. സോ ഇംഗ്ലീഷ് ആവശ്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പൈസ മാത്രം അടച്ചാൽ മതി കേട്ടോ. സോ ഒരു സബ്ജക്റ്റിന് 999 ആണ് ഫീസ്. ആൻഡ് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ 1 ഷോട്ട് സീരീസസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈവ്സ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ലൈവ്സ് ഉണ്ടായിരിക്കും. ഇനി ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങളെ മെയിൻ പ്രശ്നം ഒരു ഗൈഡൻസ് ഇല്ലാത്തതല്ലേ, നിങ്ങളെ പ്രോപ്പറായി ഡെയിലി നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ഇനി അതിന് ഉപരി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. കറക്റ്റ് പുതിയ പാറ്റേൺ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഒരു ഫോക്കസ് ഏരിയ, ഇത് ഈ ബാച്ചിന്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ. സേ എക്സാമിന് പലർക്കും പ്ലാൻ ഉണ്ടാവും, ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ചില കുട്ടികൾക്ക് പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ അതായത് ഒരു മേ ബി അവർക്ക് ഒരു 20 മാർക്ക് കൂടി കിട്ടിയാൽ പാസ്സാവും, അല്ലെങ്കിൽ 30 മാർക്ക് കിട്ടിയാൽ അവർ പാസ്സാവും, +1 മാർക്ക് കൂടി കൂട്ടിയിട്ട്. അങ്ങനെ 30 മാർക്കിന് വേണ്ടി മാത്രം എക്സാം എഴുതുന്നവരുണ്ടാവും. അപ്പോൾ ചില ഫോക്കസ് ഏരിയാസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഓരോ സബ്ജക്റ്റും നമ്മളൊരു ഫോക്കസ് ഏരിയ ഇറക്കും, അതിൽ സ്പെസിഫിക് ചില ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. ആ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ വന്നിരിക്കും. അപ്പോൾ ഒരു മിനിമം മാർക്കൊക്കെ വേണ്ടവർക്ക് ഒരു ഫോക്കസ് ഏരിയ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് റെക്കോർഡഡ് ആയിട്ടും ലൈവ് ആയിട്ടുള്ള ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ എപ്പോഴും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ലൈവ് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്ലാൻ കറക്റ്റ് തരികയോ, ഈ ദിവസം നിങ്ങൾക്ക് ലൈവ് ഉണ്ട് എന്നുള്ള കറക്റ്റ് പ്ലാൻ തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാക്സിമം ഫാക്കൽറ്റിയോട് ഡൗട്ട് ചോദിച്ച് പഠിക്കാം. ഇനി അതിൽ പോരാതെ വേറെ ആരും തരാത്തൊരു കാര്യമാണ് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ്. നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് ഒരു ഫിക്സഡ് ടൈമിന് വാട്സപ്പിൽ എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം. അതിൻ്റെ ടൈം ടേബിൾ ഞങ്ങൾ തരും. നിങ്ങൾക്ക് ആ സമയത്ത് ഫാക്കൽറ്റിയോട് എത്ര ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഈ ബാച്ചിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ഒറ്റ കാര്യം ചെയ്താൽ മതി, താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സാധാരണ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വാങ്ങുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. താഴെ എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. ആ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ പേയ്മെന്റ് ചെയ്യണമെന്ന് വേണം ഈ ചാനലിൽ നോക്കിയാൽ മതി, ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ബാച്ച് നമ്മൾ May 30 സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും രണ്ടാമത്തെ ബാച്ച് ആകെ 30 ദിവസം തികച്ചുള്ളത്. രണ്ടാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്കുള്ളതാണ്. അവർക്ക് ആക്ച്വലി നഷ്ടമാണ്. കാരണം എന്താ പറയുക, ദിവസം കുറയും, ഫീസും കുറയില്ല. അപ്പോൾ ചില ആൾക്കാർ ഇനി വേറെ ചിന്തിക്കുന്ന കാര്യം, ഇത്ര പൈസ കൊടുക്കണം ഒരു മാസത്തേക്ക്. ഒരു വർഷം ലാഭിക്കാൻ നിങ്ങൾക്ക് സ്വന്തം സെൽഫ് സ്റ്റഡി പറ്റില്ലെങ്കിൽ ഇതൊക്കെ ഒരു എമൗണ്ട് ആണോ, ഇതൊക്കെ ഒരു എമൗണ്ട് ആണോ? നിങ്ങൾ ഒന്നും നോക്കണ്ട, ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് വേണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ, ഉറപ്പായി നിങ്ങൾക്ക് വെർത്തായിരിക്കും. താഴെക്കാണ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സോ ഓൾ ദ ബെസ്റ്റ്, നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവരും പാസ്സാവട്ടെ, ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നവരൊക്കെ ഇമ്പ്രൂവ് ആവട്ടെ കേട്ടോ.